പാത്രങ്ങൾ കഴുകി അടുക്കള തുടച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം രാത്രി 11 മണി. ഉറക്കം വന്നു. പക്ഷേ നാളത്തേക്കുള്ള ഇഡലി മാവ് അരച്ചിട്ടില്ല. സേതുവേട്ടൻ്റെ അമ്മയ്ക്ക് എന്നും ഇഡലി വേണം. വരാന്തയിൽ പോയിരുന്ന് മാവരച്ച് റൂമിൽ വന്ന് കിടന്നപ്പോൾ സിഗരറ്റിന്റെ മണം വരുന്നത് പോലെ തോന്നിയതാവുമെന്ന് കരുതി ബാത്റൂമിൽ പോയി കുളിച്ചു വന്നു. ലൈറ്റ് ഓഫാക്കി കട്ടലിൽ കിടന്നു. മൊബൈൽ എടുത്തു നോക്കി. പതിവ് പോലെ തന്നെ സേതുവേട്ടൻ്റെ വിളിയോ മെസ്സേജോ ഇല്ല. കല്യാണം കഴിച്ച് താമസിച്ചത് വെറും 8 ദിവസം. ലീവ് തീർന്നുവെന്ന് പറഞ്ഞു പോകുമ്പോൾ സേതുവേട്ടൻ എൻ്റെ മനസ്സിൽ വന്ന സങ്കടം ആരോടും പറഞ്ഞില്ല. കിട്ടുന്ന ദിക്കിൽ നിന്നെല്ലാം കടം വാങ്ങിയാണ് അച്ഛൻ എൻ്റെ കല്യാണം നടത്തിയത്. കിട്ടിയ സ്വർണത്തിൻ്റെ തൂക്കം പോരെന്ന് പറഞ്ഞ് സേതുവേട്ടൻ്റെ അമ്മ എപ്പോഴും കുറ്റം പറയും. സേതുവേട്ടൻ അനിയത്തിക്ക് കൊടുത്ത സ്വർണത്തിൻ്റെ കണക്ക് പലപ്പോഴും പറയും. അനിയത്തിക്ക് സ്ഥലം വാങ്ങാൻ എൻ്റെ സ്വർണം ചോദിക്കുമ്പോൾ കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം എൻ്റെ അച്ഛൻ്റെ വിയർപ്പിൻ്റെ മണം നിറഞ്ഞ ആ സ്വർണം ആർക്കും ഞാൻ കൊടുക്കില്ല. പേപ്പർ നോക്കിയാൽ കാണുന്നതെല്ലാം ഇങ്ങനെയുള്ള വാർത്തകളാണ്. കൊടുക്കില്ല എന്ന എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞത് മുതൽ സേതുവേട്ടൻ വിളിക്കാതെയായി. ഞാൻ മൊബൈൽ എടുത്ത് സേതുവേട്ടൻ്റെ ഫോട്ടോ നോക്കി. വളരെ കുറച്ച് ദിവസം മാത്രം പരിചയമുള്ള നിന്നേക്കാൾ എനിക്ക് വലുത് എൻ്റെ അനിയത്തിയുടെ സന്തോഷമാണെന്ന് പറഞ്ഞാണ് സേതുവേട്ടൻ അവസാനം വിളിച്ചപ്പോൾ പറഞ്ഞത്. വീട്ടിൽ ശമ്പളം കൊടുക്കാതെ ഒരു ജോലിക്കാരി കിട്ടിയത് കൊണ്ട് തന്നെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നില്ലെന്ന് മാത്രം. കണ്ണിൽ ഉറക്കം വന്നു. പെട്ടെന്ന് റൂമിൽ ഒരു നിഴലനക്കം പോലെ. സിഗരറ്റിൻ്റെ മണം അല്ലാതെ അടുത്ത് വരുന്നു. എനിക്ക് പേടിച്ചിട്ട് ശബ്ദം പുറത്ത് വരുന്നില്ല. എൻ്റെ അടുത്ത് വന്നിരുന്ന കാലുയർത്തി ഒരു ചവിട്ട് കൊടുത്തു. ഞാൻ ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. സേതുവേട്ടൻ്റെ അച്ഛൻ. ആ മനുഷ്യൻ ഒരു നാണവുമില്ലാതെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. ഞാൻ വേഗം പോയി വാതിലടച്ചു. സേതുവേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയോട് പറഞ്ഞാൽ അതും കൂടി എൻ്റെ കുറ്റമാവും. എൻ്റെ ഭഗവതി, എനിക്കൊരു വഴി കാണിച്ചു തരണേ. നെഞ്ചിൽ കൈവച്ച് ഞാൻ കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തു നിന്നും അമ്മയുടെ ശബ്ദം. വാതിൽ തുറക്ക്. എൻ്റെ മോനെ പറ്റിച്ച് നീ ഇനി ഇവിടെ താമസിക്കേണ്ട. അച്ഛൻ കാര്യങ്ങൾ വേറെ രീതിയിൽ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ തളരാൻ പാടില്ല, ഞാൻ സ്വയം പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു. അമ്മ ദേഷ്യം കൊണ്ട് വിറച്ചു മുന്നിൽ. ഇപ്പോൾ ഇറങ്ങണം ഇവിടെ നിന്ന്. എന്തിന്? ഒട്ടും പേടിക്കാതെ ഞാൻ ചോദിച്ചു. നിന്റെ റൂമിൽ നിന്നും ഇപ്പോൾ ആരാ ഇറങ്ങിപ്പോയത്? അച്ഛൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അമ്മ ആദ്യം അച്ഛനെ എൻ്റെ മുന്നിലേക്ക് വിളിക്കണം. മരുമകളുടെ മുറിയിൽ കയറിയത് എന്തിനാണെന്ന് ചോദിച്ചു നോക്കണം. അമ്മയുടെ മുഖത്ത് വന്ന ഈ മാറ്റം ഞാൻ കണ്ടു. രവിയേട്ട, ഈ പെണ്ണ് പറയുന്നത് സത്യമാണോ? അമ്മയുടെ ചോദ്യം കേട്ട് അച്ഛൻ മുന്നിലേക്ക് വന്നു. ആ മുഖത്ത് അല്പം കുറ്റബോധമില്ല. എൻ്റെ രാധാമണിയെ, ഞാൻ എന്തിനാ ഇവളുടെ മുറിയിൽ കയറണം? കള്ളത്തരം പറയുന്ന നമ്മുടെ മരുമകളുടെ നാവ് പുഴുത്തു പോവട്ടെ. അച്ഛൻ്റെ ശാപവാക്കുകൾ അമ്മയുടെ കണ്ണിൽ അച്ഛനെ വിശ്വസിച്ച ഭാവമില്ല. നിന്നെ ഇപ്പം ഞാൻ ഇറക്കി വിടുന്നില്ല. പക്ഷെ നാളെ രാവിലെ പൊയ്ക്കോ. എൻ്റെ താലി എനിക്ക് സംരക്ഷിച്ചേ തീരൂ. സേതുവിനെ ഞാൻ ഇപ്പം തന്നെ വിളിച്ചു പറഞ്ഞോളാം. അമ്മ സംഭവം ഒതുക്കാൻ നോക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് അമ്മ കരുതണ്ട. ഇവിടെ നടന്നതിൻ്റെ സത്യം ആദ്യം തെളിയിക്കണം. എന്നിട്ടേ ഈ രമ്യ ഇവിടെ നിന്ന് ഇറങ്ങൂ. ഞാൻ ഹാളിൽ ചെന്നിരുന്നു. അമ്മയും അച്ഛനും കൂടി അടികൂടുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു. അമ്മയുടെ കരച്ചിലും ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. ഒന്നും വിട്ടാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അവർ നാളെ ഞാൻ റൂമിൽ ആളെ കയറ്റിയെന്ന് പറഞ്ഞു നടക്കും. അത് സംഭവിക്കരുത്. ഞാൻ തിരിച്ച് റൂമിലേക്ക് ചെന്നു. സിഗരറ്റിൻ്റെയും കുറ്റിയും ലൈറ്ററും അലമാരിക്ക് പുറകിൽ കിടക്കുന്നു. എനിക്കിത് മതി. രാത്രി ഉറങ്ങാതെ ഹാളിൽ തന്നെ ഇരുന്ന് രാവിലെ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഇറങ്ങാൻ നിൽക്കുമ്പോൾ മുന്നിൽ സേതുവേട്ടൻ്റെ അമ്മ വന്ന് നിന്നു. പോകുമ്പോൾ പെട്ടിയും എടുത്ത് പൊയ്ക്കോ. എൻ്റെ മൊബൈലിൽ വീഡിയോ ഓണാക്കാൻ ഞാൻ മറന്നില്ല. അമ്മ, ഞാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. നിങ്ങളുടെ ഭർത്താവിൻ്റെ കഥകൾ ഞാൻ അവിടെ പറഞ്ഞോളാം. റൂമിൽ അയാൾ വന്നതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അമ്മ നിന്ന് വിറച്ചു. ചതിക്കല്ലേ, അങ്ങേർക്കൊരു അബദ്ധം പറ്റിയതാ. നീ വേണ്ടി ക്ഷമിക്കാൻ. കൊള്ളാലോ അമ്മേ. എൻ്റെ മാനത്തിന് വില പറയാൻ രാത്രിയുടെ മറവിൽ വന്ന ആ മനുഷ്യനോട് ഞാൻ ക്ഷമിക്കാനോ? ഇല്ല അമ്മേ, അതിന് എനിക്ക് സാധിക്കില്ല. നീ ഇപ്പോൾ പോയി എവിടെയെങ്കിലും പറഞ്ഞാൽ ഞാനും അങ്ങേരെ വിഷം കഴിച്ച് ചാവും. നോക്കിക്കോ. അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു. അമ്മേ, നിങ്ങളെ കൊന്നു എന്നുള്ള പേരെനിക്ക് വേണ്ട. അമ്മ ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം എൻ്റെ മൊബൈലിലുണ്ട്. നാളെ എന്നെപ്പറ്റി വല്ലതും അമ്മ വേറെ പറഞ്ഞാൽ ഞാനിത് പുറത്തു വിടും. പിന്നെ എൻ്റെ കല്യാണത്തിന് എൻ്റെ അച്ഛന് ചിലവായ കാശ് പലിശ അടക്കം എനിക്ക് വേണം. അത് നിങ്ങളുടെ മോനോട് പറഞ്ഞ് വാങ്ങിത്തരണം. വിവാഹമോചനം കൂടി വേണം. എൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അമ്മ തല കുലുക്കി. ആ വീട്ടിൽ നിന്നും പെട്ടിയെടുത്ത് ഇറങ്ങുമ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞില്ല. കാരണം കരയാനുള്ളതല്ല ഇനി എൻ്റെ ജീവിതമെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് ചിരിച്ചു ജീവിക്കണം. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്